പെരുമ്പാവൂർ നഗരസഭയിൽ പോൾ പാത്തിക്കൽ പുതിയ ചെയർമാനായി അധികാരമേറ്റു. മുൻ ധാരണ പ്രകാരം ബിജു ജോൺ ജേക്കബ് രാജിവെച്ച ഒഴിവിലാണ് പോൾ പാത്തിക്കൽ സ്ഥാനമേൽക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. പെരുമ്പാവൂർ നഗരസഭയുടെ പുതിയ സാരഥിയായി പോൾ പാത്തിക്കൽ ചുമതലയേറ്റു. നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങളും യഥാർത്ഥവും വിശ്വാസത്തോടും കൂടെ എൻ്റെ പരമാവധി കഴിവിനും അറിവിനും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുന്നുവെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുൻ ധാരണ പ്രകാരം ബിജു ജോൺ ജേക്കബ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പോൾ പാത്തിക്കൽ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. നിയമപ്രകാരം വോട്ടിംഗ് സിസ്റ്റം തന്നെയാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കാനും അവലംബിച്ചത്. 3 സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പോൾ പാത്തിക്കലും ഇടത് സ്ഥാനാർത്ഥിയായി ജോൺ ജേക്കബും BJP സ്ഥാനാർത്ഥിയായി ടി ജവഹറും മത്സരിച്ചു. എറണാകുളം DD ഹണി ജി അലക്സാണ്ടർ, നഗരസഭാ സെക്രട്ടറി കവിത എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം വഹിച്ചു. പോൾ പാത്തിക്കൽ 14 വോട്ട് നേടിയാണ് മുന്നിലെത്തിയത്. 8 വോട്ടുകളാണ് LDF കരസ്ഥമാക്കിയത്. 4 വോട്ടുകൾ BJP നേടി. SDPI അംഗം വോട്ട് ചെയ്തില്ല. വരുന്ന 1.5 വർഷക്കാലം മികച്ച പ്രവർത്തനങ്ങളിലൂടെ നഗരസഭയെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന് പുതിയ ചെയർമാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഒരു വലിയ ബഹുമതിയായി തന്നെ കണക്കാക്കുകയാണ്. നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കൗൺസിലിൽ ആരംഭിച്ച കാലം മുതൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അത്തരം ശ്രമങ്ങളുടെ പൂർത്തീകരണമാണ് ആദ്യത്തെ ലക്ഷ്യമായി കരുതുന്നത്. ഏത് വികസന പ്രവർത്തനം നടത്തുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായ ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന ജനങ്ങളെ മുൻനിർത്തിയായിരിക്കും ഏത് വികസന കാഴ്ചപ്പാടും ഈ നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നഗരസഭയെ സംബന്ധിച്ച് പല കാര്യങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ കാലഘട്ടമാണ് ഇനി നഗരസഭയ്ക്ക് ഈ കൗൺസിലിന് ശേഷിക്കുന്നത്. ആ സമയത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ എല്ലാവരും ഞങ്ങൾ കൂട്ടായിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അത് അഴിമതി രഹിതമായിരിക്കും, അതുപോലെ തന്നെ സുതാര്യമായിരിക്കും. ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്നവർക്ക് അതുകൊണ്ട് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒന്നായി തീരും. അതിന് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം പൂർണ്ണമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എൽദോസ് കുന്നപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ പുതിയ നഗരസഭാ ചെയർമാൻ ആശംസകൾ നേരാൻ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.